ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്ലാക്സ് സീഡും കോഫി പൗഡറും അതുപോലെ റൈസ് പൗഡറും ഉപയോഗിച്ചൊരു ഫേസ് പാക്കാണ്. ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ മുഖത്ത് നല്ലൊരു തിളക്കം കിട്ടുകയും അതുപോലെ വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയും മുഖത്ത് മുഖക്കുരു മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ എടുത്തത് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ജെൽ പരുവത്തിൽ നമുക്കിത് കിട്ടും. അതിന് ശേഷം നമുക്ക് തണുത്ത ശേഷം മിക്സിയിലിട്ട് അരച്ച് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുത്ത ശേഷം നമുക്ക് ഈ ഒരു പായ്ക്ക് നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനാണ്. നമുക്ക് ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്ത് വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് പെട്ടെന്ന് പോവുകയും മുഖം നല്ല ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പായ്ക്കാണിത്. അപ്പോൾ ഇത് നല്ലോണം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് വേണം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ജെൽ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ച ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡറാണ്. ഒരു 2 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ നിങ്ങൾക്ക് എത്രയാണ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അതിനോടൊപ്പം തന്നെ ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ നല്ലോണം ഇത് അരച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഞാനത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്ത പായ്ക്ക് നമുക്കൊരു ഗ്ലാസ് ജാറിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 1 വീക്കോളം നമുക്ക് സൂക്ഷിച്ച് വെച്ച് മുഖത്ത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പായ്ക്കാണിത്. പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇത് പോകാനും ഒക്കെ സഹായിക്കുന്നൊരു പായ്ക്കാണ്. നമുക്ക് ഇത് മുഖത്തിന് ഇട്ട് നോക്കാം. അപ്പം നമ്മൾ ഈ തയ്യാറാക്കിയ പായ്ക്ക് മുഖത്തിട്ട് കൊടുക്കുക. ഇത് മുഖത്തിട്ട് കൊടുത്ത് ഒരു 15-20 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം ഡ്രൈ ആയ ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഡെയിലി ഇതുപോലെ പായ്ക്ക് മുഖത്തിട്ട് കൊടുക്കുക. നല്ല റിസൾട്ട് ഇടുന്നൊരു പായ്ക്കാണിത്. അതുപോലെ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും മുഖത്ത് നല്ല നിറം കിട്ടാൻ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അതുപോലെ കഴുത്തിൽ ഒരുപാട് കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ പായ്ക്ക് ഇട്ട് കൊടുത്താൽ ഒരു അരമണിക്കൂർ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയാൻ നല്ല റിസൾട്ട് ഇടുന്നൊരു പായ്ക്കാണിത്. അതുപോലെ തന്നെ ഫ്ലെക്സിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഒമേഗ ഫാറ്റി ആസിഡുകളൊക്കെ ചേർന്നത് കാരണം നമുക്ക് ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മിനുസം തോന്നിക്കുകയും നമുക്ക് പ്രത്യേകിച്ച് സ്കിന്നിന് നല്ലൊരു നിറം തോന്നിക്കുന്ന ഒരു പായ്ക്കാണിത്. അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഒരു പായ്ക്ക് മുഖത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയും മുഖം നല്ലൊരു തിളക്കം തോന്നിക്കുകയും കറുത്ത പാടുകളൊക്കെ പോകാനും സഹായിക്കുന്ന ബെസ്റ്റ് ഒരു പായ്ക്കാണിത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഫേസ് പാക്ക് മുഖത്ത് ഇട്ട് കൊടുത്തത് നല്ലോണം ഡ്രൈ ആയിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ ശേഷം ഞാൻ അത് വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മുഖത്ത് നല്ലൊരു തിളക്കം തോന്നിക്കുകയും നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. മുഖക്കുരു വന്ന പാടുകളൊക്കെ പെട്ടെന്ന് പോകാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പായ്ക്ക് തയ്യാറാക്കി നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന പായ്ക്കാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.